ചാപ്റ്റർ 7 ദാൻ കാ ഹിസാബ്. ദാൻ ദാനം, ഹിസാബ് കണക്ക്. ദാനത്തിൻ്റെ കണക്ക് എന്നാണ് ലെസൻ്റെ പേര്. ഏക് ഥാ രാജ, ഒരിക്കലൊരു രാജാവ് ഉണ്ടായിരുന്നു. രാജാ ജി ലഗ്ദക് കപ്പടെ പെഹൻകർ യൂं तो हज़ारों रुपये खर्च करते रहते थे. രാജാവ് ലഗ്ദക് മിന്നണ തുണി ഉടുത്തിട്ട് ആയിരക്കണക്കോളം രൂപ ഇതിനു വേണ്ടി ചെലവഴിക്കും. പർ ദാൻ കെ വക്ത് ഉൻകി മുഠ്ഠി ബന്ദ് ഹോ ജാത്തി ഥി. ദാനത്തിൻ്റെ സമയമായി കഴിഞ്ഞാലോ കൈപ്പത്തി അടഞ്ഞിരിക്കുകയായിരുന്നു. അതായത് ദാനം ചെയ്യാനുള്ള മനസ്സ് മാത്രം ഉണ്ടാവില്ല രാജാവിന്. രാജ്യസഭ മേ ഏക് സെ ഏക് നാമി ലോഗ് ആത്തെ രഹത്തെ ഥേ. രാജ്യസഭയിൽ പ്രസിദ്ധമായ ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. लेकिन गरीब, दुखी, विद्वान, सज्जन इनमें से कोई भी नहीं आता था. പക്ഷേ ഭിക്ഷക്കാരനോ സങ്കടപ്പെട്ടിരിക്കുന്ന ആളോ അറിവുള്ള ആൾക്കാരോ നല്ല മനുഷ്യർ അങ്ങനെയൊന്നുമല്ല. പ്രസിദ്ധമായ പല തരത്തിലുള്ള ആൾക്കാരാണ് വന്നുകൊണ്ടിരുന്നത്. इनमें से कोई भी नहीं आता था क्योंकि वहाँ पर इनका बिल्कुल सत्कार नहीं होता था. ഇവരാരും വരില്ലായിരുന്നു, കാരണം അവരെ നന്നായിട്ട് സൽക്കരിക്കുന്നുണ്ടായിരുന്നില്ല. ഏക് ബാർ ഉസ് ദേശ് മേ അകാൽ പട് ഗയ. ഒരു പ്രാവശ്യം അവിടെ പട്ടിണിയുടെ അവസ്ഥയായിപ്പോയി. പൂർവി സീമ കെ ലോഗ് ഭൂക്കെ പ്യാസെ മർനെ ലഗെ. പൂർവി ഈസ്റ്റ് സൈഡ് ആ രാജ്യത്തെ ഈസ്റ്റ് സൈഡിലത്തെ ആൾക്കാർക്ക് വിശപ്പും ദാഹവും കാരണം ആൾക്കാർ മരിക്കാൻ തുടങ്ങി. രാജാ കെ പാസ് ഖബർ ആയി. രാജാവിൻ്റെ അടുത്ത് വിവരമെത്തി. വേ ബോലെ യഹ് തോ ഭഗവാൻ കി മാർ ഹെ, ഇസ്മേ മേരാ കോയി ഹാത്ത് നഹീ ഹെ. രാജാവ് ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇതൊക്കെ ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളാണ്, ഞാനൊന്നും ചെയ്തിട്ടല്ല. लोगों ने कहा, महाराज राज भंडार से हमारी सहायता करने की कृपा करे. ആൾക്കാർ പറഞ്ഞു, മഹാരാജാവേ, രാജഭണ്ഡാർ രാജ്യത്തിൻ്റെ പൈസയിൽ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ദയവായി ഞങ്ങളെ സഹായിക്കൂ. जिससे हम लोग दूसरे देशों से अनाज खरीद कर अपनी जान बचा सके. പൈസ തന്ന് ഞങ്ങളെ സഹായിച്ചാലും മഹാരാജാവേ, അതും കൊണ്ട് ഞങ്ങൾ മറ്റേ ദേശങ്ങളിൽ പോയിട്ട് ധാന്യങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കും. രാജാ ने कहा, आज तुम लोग अकाल से पीड़ित हो, कल पता चलेगा कहीं भूकंप आया है. രാജാവ് ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ പട്ടിണിയാണ് അനുഭവിക്കുന്നത്. നാളെ എന്തെങ്കിലും ഭൂകമ്പം വന്നാലോ? പർസോ സുനൂങ്ക കഹി കെ ലോഗ് ബഡേ ഗരീബ് ഹെ. മറ്റന്നാളെ കേൾക്കും പലയിടങ്ങളിലായി എല്ലാവരും വല്ലാണ്ട് പൂവർ പീപ്പിൾ ആയി എന്ന്. ദോ വക്ത് റോട്ടി നെഹി ജുട്ടി. 2 നേരത്തെ റൊട്ടിയും കൂടി ശേഖരിക്കാൻ പറ്റാത്ത അവസ്ഥയായി പോവും. इस तरह सभी की सहायता करते करते जब राज भंडार ख़त्म हो जाएगा तब खुद मैं ही दिवालिया हो जाऊंगा. ഇങ്ങനെ സഹായിച്ച് രാജ്യത്തിലെ പൈസ മുഴുവൻ ഇതിനായിട്ട് ചിലവഴിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായും ഞാൻ തന്നെ ചിലപ്പോൾ പാപ്പറായി പോകും. ദിവാലിയ, പാപ്പർ, ബാങ്ക്രപ്റ്റ്. യഹ് സുൻകർ സഭി നിരാശ് ഹോക്കർ ലോട്ട് ഗए. ഇത് കേട്ടിട്ട് എല്ലാവർക്കും സങ്കടം വന്നിട്ട് അവരൊക്കെ തിരിച്ചുപോയി. ഇധർ അകാൽ കാ പ്രകോപ് ഫൈൽത്താ ഹി ജാ രഹാ ഥാ. ഇവിടെ പട്ടിണി മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, രാജ്യം മുഴുവൻ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാ ജാനെ റോജ് കിത്നെ ഹി ലോഗ് ഭൂഖ് സെ മർനെ ലഗെ. എത്ര ആൾക്കാർ വിശന്നുകൊണ്ട് മരിക്കാൻ തുടങ്ങി. ലോഗ് ഫിർ രാജാ കെ പാസ് പहुंचे. ഈ ഒരു അവസ്ഥ കണ്ട് ആൾക്കാർ പിന്നെയും രാജാവിൻ്റെ അടുത്തെത്തി. ഉन्होंने രാജ്യസഭ മേ ഗുഹാർ ലഗായി. അവർ രാജ്യസഭയിൽ ഒരു നിവേദനമായിട്ട് വന്നു. ദുഹായി മഹാരാജ്, ഞങ്ങളുടെ ദൈവമേ, आपसे ज़्यादा कुछ नहीं चाहते, सिर्फ 10,000 रुपये हमें दे दे तो हम आधा पेट खाकर भी ज़िंदा रह जाएंगे. ഞങ്ങൾക്ക് കൂടുതലൊന്നും വേണ്ട, വെറും 10,000 രൂപ തന്നാലും ഞങ്ങൾ പകുതി വയറെങ്കിലും കഴിച്ച് ജീവനോടെ ഇരുന്നോളാം. രാജാ ने कहा, 10,000 रुपये भी क्या तुम्हें बहुत कम लग रहे हैं?
10,000 രൂപ എന്താ നിങ്ങൾക്ക് ചെറിയ ഒരു എമൗണ്ട് ആണോ? और उतने कष्ट से जीवित रहकर लाभ ही क्या है? ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കണേന് എന്താണ് एक व्यक्ति ने कहा, भगवान की कृपा से लाखों रुपए राजकोष में मौजूद है. ഒരാൾ നിറയെ ആൾക്കാർ വന്നുല്ലോ, അതെന്ന് ഒരാൾ പറഞ്ഞു, എല്ലാം ദൈവത്തിൻ്റെ കൃപ കാരണം ലക്ഷങ്ങളാണ് നിങ്ങളുടെ രാജാവിൻ്റെ ഈ ഒരു ട്രഷറിൽ വരുന്നത്, പൈസയുടെ ഒരു കണക്കിൽ വരുന്നത്. ജैसे धन का सागर हो, പൈസയുടെ ഒരു കടൽ പോലെയാണ് എന്നും വരുന്നത്. उसमें से एक आध लोटा ले लेने से महाराज का क्या नुकसान हो जाएगा? അതൊന്നൊരു ഒരു പകുതിയെങ്കിലും ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ രാജാവിന് എന്ത് നഷ്ടമാണ് വരാൻ പോകുന്നത്? नुकसान നഷ്ടം. राजा ने कहा, राजकोष में अधिक धन है तो क्या उसे दोनों हाथ से लुटा दूं? ഈ ട്രഷറിൽ രാജാവ് ഇത് കേട്ടിട്ട് പറഞ്ഞു, ഈ ട്രഷറിൽ നിറയെ പൈസ ഉണ്ടെന്ന് വെച്ച് ഞാൻ എന്താ രണ്ട് കൈയും നീട്ടിയിട്ട് അതിനെ വെറുതെ ചെലവഴിക്കുകയോ? ഏക് അന്യ വ്യക്തിനെ കഹ, വേറൊരാൾ പറഞ്ഞു, महल में प्रतिदिन हज़ारों रुपए इन सुगंधित वस्त्रों, मनोरंजन और महल की सजावट में खर्च होते हैं. കൊട്ടാരത്തിൽ എന്നും ആയിരക്കണക്കിനാണ് പൈസ എന്തിനൊക്കെയാണ് ചിലവാകുന്നത്? സുഗന്ധിത് വസ്ത്രം, നല്ല തിളക്കമുള്ള നല്ല മണമുള്ള രാജാവിൻ്റെ വസ്ത്രങ്ങളെ പോലത്തെ വസ്ത്രങ്ങൾക്ക് വേണ്ടിയിട്ട്, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, പിന്നെ മെഹൽ കി സജാവട്ട് മേ ഖർച്ച് ഹോത്തെ ഹേ, കൊട്ടാരത്തിനെ അലങ്കരിക്കാനൊക്കെയാണ് എല്ലാ ദിവസവും ആയിരക്കണക്കിന് രൂപ ചിലവഴിക്കപ്പെടുന്നത്. യദി ഇൻ रुपयों में से ही थोड़ा सा धन ज़रूरतमंदों को मिल जाए तो उन दुखियों की जान बच जाएगी. ഈ ചെലവഴിക്കുന്ന പൈസയിൽ നിന്ന് ഒരു ഇത്തിരി പൈസ ആവശ്യമുള്ള ആൾക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ മാറ്റി അവരുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും. യഹ് സുൻകർ രാജാക്കോ ക്രോധ് ആ ഗയ, ഇത് കേട്ടതും രാജാവിന് വല്ലാതെ ദേഷ്യം വന്നു. വേ ഗുസ്സെ സെ ബോലെ, അവർ ദേഷ്യത്തോടെ പറഞ്ഞു, ഖുദ് ഭിഖാരി ഹോക്കർ മുझे ഉപദേശ് ദേ രഹേ ഹോ. ഭിഖാരി ഭിക്ഷക്കാരനായിട്ട് എന്നെ ഉപദേശിക്കാൻ വരികയാണോ? മേരാ റുപ്പയാ ഹെ, മേ ചാഹെ ഉസെ ഉബാൽ കർ ഖാऊं ചാഹെ തൽഖർ, മേരി മർജി. എൻ്റെ പൈസയാണ്, ഞാൻ അതിനെ തിളപ്പിക്കുകയോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുകയോ അതൊക്കെ എൻ്റെ ഇഷ്ടം. തും അഗർ ഇസി തര ബക്വാസ് കരോगे तो മുഷ്കിൽ में पड़ जाओगे. നീ ഇതുപോലെ ബക്വാസ് വെറുതെ എന്തെങ്കിലുമൊക്കെ വായി തോന്നിയത് പറയുകയാണെങ്കിൽ നീ തന്നെ ബുദ്ധിമുട്ടുള്ളൂ. ഇസ്ലിയെ ഇസി വക്ത് തും ചുപ് ചാപ് ഖിസക് ജാओ, അത് കാരണം ഇപ്പം തന്നെ നീ മിണ്ടാതെ ഇവിടുന്ന് പോയിക്കോളൂ. രാജാ കാ ക്രോധ് ദേക്കർ ലോഗ് വഹാ സെ ചലേ ഗए, രാജാവ് ദേഷ്യപ്പെട്ടപ്പോൾ ആൾക്കാർ അവിടുന്ന് പോയി. രാജാ ഹസ്തേ ഹുവേ ബോല, छोटे मुँह बड़ी बात, अगर 100-200 रुपए होते तो एक बार सोच भी सकता था. ചെറിയ വായ വലിയ വർത്താനം, എന്താ അത്? ഒരു 1000 അല്ല ഒരു 100-200 രൂപയാണെങ്കിൽ പിന്നെയും ആലോചിക്കാമായിരുന്നു. पहरेदारों की खुराक 2-4 दिन कम कर देता और ये रकम पूरी भी हो जाती. അവിടെ സിപ്പാഹിമാരുടെ പൈസ ഒന്ന് ഇത്തിരി കുറച്ചിരുന്നെങ്കിലും ഈ പൈസ ലാഭിക്കായിരുന്നു. मगर 100-200 से इन लोगों का पेट नहीं भरेगा. 100-200 വെച്ച് ഇവരുടെ വയറൊന്നും അറിയില്ല. ഏകദം 10,000 മാങ് ബേട്ടെ, പെട്ടെന്ന് തന്നെ എത്രയാണ് വാങ്ങിയത്? 10,000 രൂപയാണ് ചോദിക്കാൻ വന്നത്. छोटे लोगों को कारण नाक में दम हो गया है. ഈ ചെറിയ ആൾക്കാർ കാരണം വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നാക്ക് മേ ദം ഹോ ഗയ, പരേഷാൻ ഹോന, ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. यह सुनकर वहाँ उपस्थित लोग हाँ हूँ कहकर रह गए. ഇത് രാജാവിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ ഹാ രാജാവേ, ഹൂ രാജാവേ, എന്നൊക്കെ പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്നു പോയി. मगर मन ही मन उन्होंने भी सोचा, രാജാനെ യെ ഠീക് നഹി കിയ, പക്ഷേ മനസ്സോടെ അവരും വിചാരിച്ചു പോയി, രാജാവ് ഇത് ശരിയല്ല ചെയ്തത്. ജറൂറത്ത്മന്ദോ കി സഹായത കർണ തോ രാജാ കാ കർത്തവ്യ ഹെ, ആവശ്യമായ ആൾക്കാരെ സഹായിക്കുന്നത് രാജാവിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, കർത്തവ്യമല്ലേ. 2 दिन बाद ना जाने कहाँ से एक बूढ़ा सन्यासी राजसभा में आया.
2 ദിവസം കഴിഞ്ഞിട്ട് എവിടുന്നോ ഒരു സന്യാസി, ഒരു വയസ്സായ സന്യാസി രാജസഭയിൽ വന്നു. उसने राजा को आशीर्वाद देते हुए कहा, दाता कर्ण महाराज, बड़ी दूर से आपकी प्रसिद्ध सुनकर आया हूँ. സന്യാസി की इच्छा भी पूरी कर दे. അയാൾ, ആ വയസ്സായ സന്യാസി രാജാവിനെ ആശീർവദിച്ചിട്ട് പറഞ്ഞു, ദാതാ കർണ് മഹാരാജ്, ദാതാവ് പറഞ്ഞ ദാനം കൊടുക്കുന്ന മഹാരാജാവേ, വളരെ ദൂരത്തു നിന്ന് അങ്ങയുടെ പ്രസിദ്ധമായ വർത്തമാനങ്ങൾ കേട്ടിട്ട്, അങ്ങയുടെ നല്ല കാര്യങ്ങളൊക്കെ കേട്ടിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ സന്യാസിക്ക് ഇച്ഛാഭി പൂരി കർദേ, എൻ്റെ ഇച്ഛയും കൂടി നിങ്ങൾ പൂർത്തീകരിക്കൂ. അപ്നി പ്രശംസ സുൻകർ രാജാ ബോലെ, സ്വന്തം പുകഴ്ത്തൽ കേട്ടിട്ട് രാജാവ് പറഞ്ഞു, ജറാ പത്താ തോ ചൊലെ തുമേ ക്യാ ചാഹിയേ, ഞാനും കൂടി അറിയട്ടെ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന്. യദി തോടാ കം മാങ്കോ തോ ഷായദ് മിൽ ഭി ജായേ, കുറച്ച് കുറവ് ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടിയേക്കാം. സന്യാസിനെ കഹ, ഇത് കേട്ട് സന്യാസി പറഞ്ഞു, മേ തോ സന്യാസി ഹൂँ, മേ അധിക് ധൻ കാ ക്യാ കറൂംഗാ, ഞാനൊരു സന്യാസിയല്ലേ, ഞാൻ കുറേ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യാനാണ്. मैं राजकोष से 20 दिन तक बहुत मामूली भिक्षा प्रतिदिन लेना चाहता हूँ. ഞാൻ നിങ്ങളുടെ രാജ്യത്തിൻ്റെ പൈസയിൽ നിന്ന് 20 ദിവസം വളരെ തുച്ഛമായ ഭിക്ഷയാണ് എന്നും വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. മേരാ ഭിക്ഷ ലേനെ കാ നിയം ഇസ് പ്രകാർ ഹെ, പക്ഷേ ഞാൻ ഭിക്ഷ വാങ്ങുന്നതിൻ്റെ ഒരു നിയമമുണ്ട്, അത് ഈ പ്രകാരമാണ്. मैं पहले दिन जो लेता हूँ, दूसरे दिन उसका दुगना, फिर तीसरे दिन उसका दुगना, फिर चौथे दिन तीसरे दिन का दुगना. ആദ്യം ഞാനൊരു എമൗണ്ട് വാങ്ങും, അതിൻ്റെ ഇരട്ടിയാണ് രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസത്തിൻ്റെ ഇരട്ടിയും, നാലാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസത്തിൻ്റെ ഇരട്ടിയും, അങ്ങനെ പോവും. ഇസി തരാസെ പ്രതിദിൻ ദുഗ്ന ലേത്താ ജാത്താ ഹൂँ, ഇതുപോലെ തന്നെ ഇരട്ടിയായി ഓരോ ദിവസം വാങ്ങിക്കൊണ്ടിരിക്കും. ഭിക്ഷ ലേനേക്ക മേരാ യഹി തരീക്ക ഹെ, ഞാൻ ഭിക്ഷ വാങ്ങുന്നതിൻ്റെ ഈ ഒരു രീതിയിലാണ് ഞാൻ വാങ്ങുന്നത്. രാജാ ബോല, തരീക്ക തോ സമജ് ഗയാ, മഗർ പെഹ്ലെ ദിൻ കിത്ന ലേംഗെ, രീതികളൊക്കെ മനസ്സിലായി, പക്ഷെ ആദ്യത്തെ ദിവസം എത്രയാണോ വാങ്ങുക, യഹി അസ്ലി ബാത് ഹെ, അതല്ലേ ശരിക്കുള്ള കാര്യം. 2-4 रुपये से पेट भर जाए तो अच्छी बात है, मगर एकदम से 20-25 मांगने लगे तब तो 20 दिन भी काफ़ी बड़ी रकम हो जाएगी. 2-3 രൂപയാണെങ്കിൽ പിന്നെ ഓക്കെ, പക്ഷെ ആദ്യ ദിവസം തന്നെ 20-50 വാങ്ങിക്കഴിഞ്ഞാൽ അത് പിന്നെ 20 ദിവസത്തിൽ വലിയൊരു പൈസയായി പോവും. സന്യാസിനെ ഹസ്തേ ഹുവേ കഹ, സന്യാസി ചിരിച്ചു പറഞ്ഞു. ഈ കാര്യം കേട്ട്, രാജാവിൻ്റെ ഈ വർത്തമാനം കേട്ട് സന്യാസി ചിരിച്ചു പറഞ്ഞു, മഹാരാജ് മേ ലോഭി നഹീ ഹൂँ, മഹാരാജാവേ ഞാൻ അത്യാഗ്രഹിയല്ല, ലോഭി അത്യാഗ്രഹം. आज मुझे 1 रुपया दीजिए, फिर 20 दिन तक दुगने करके देते रहने का हुक्म दे दीजिए. ഇന്ന് എനിക്ക് ആകെ കൂടി ഒരു രൂപ മതി, എന്നിട്ട് 20 ദിവസത്തിൽ ഇരട്ടിയായി തരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മന്ത്രിയോട് പറയുക. യഹ് സുൻകർ രാജ, മന്ത്രി ഓർ ദർബാരി സഭി കി ജാൻ മേ ജാൻ ആയി, അവിടെ ഇരുന്ന എല്ലാവരുടെ ജീവൻ, എന്താ ഒരു പൈസ ഇത്രയും കുറവ് ചോദിച്ചപ്പോഴേക്കും ജീവൻ്റെ മേലെ ജീവൻ വന്ന പോലെ. राजा ने हुक्म दे दिया कि सन्यासी के कहे अनुसार 20 दिन तक राजकोष से उन्हें भिक्षा दी जाती रहे. രാജാവ് സന്യാസി പറഞ്ഞ അതേ രീതിയിൽ അയാൾക്ക് ഭിക്ഷ കൊടുക്കൂ എന്ന് പറയാൻ തുടങ്ങി, ഒരു നിയമമുണ്ടാക്കി. സന്യാസി രാജാ की जय जयकार करते हुए घर लौट गए. സന്യാസി രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങി. राजा के आदेश के अनुसार राज भंडारी प्रतिदिन हिसाब करके सन्यासी को भिक्षा देने लगा. രാജാവിൻ്റെ നിയമം അനുസരിച്ച് രാജഭണ്ഡാരി, ട്രഷറിയിലത്തെ ആള്, പൈസ ഒക്കെ നോക്കണ ആള് കണക്കൊക്കെ നോക്കി സന്യാസിക്ക് ഭിക്ഷ കൊടുക്കാൻ തുടങ്ങി. इस तरह 2 दिन बीते, 10 दिन बीते, 2 सप्ताह तक भिक्षा देने की बाद भंडारी ने हिसाब करके देखा कि दान में काफ़ी धन निकल जा रहा है. ഇപ്രകാരം 2 ദിവസം പോയി, 10 ദിവസം പോയി.
രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഭണ്ഡാരി അവിടുത്തെ ആള് കണക്കൊക്കെ നോക്കിയപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവിടുത്തെ പൈസയിൽ കുറേ പൈസകളൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. യഹ് ദേഖ് കർ ഉന്നെ ഉൽझन महसूस हुआ. ഇത് കണ്ടിട്ട് അയാൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നി. മഹാരാജ് തോ കഭി കിസി കോ ഇത്നാ ദാൻ നഹി ദേത്തെ थे. മഹാരാജാവ് ഇത്രയൊന്നും പൈസ കൊടുക്കാറുണ്ടായിരുന്നില്ലല്ലോ. ഉസ്നെ യേ ബാത് മന്ത്രി കോ ബതായി. എന്തോ ഒരു കുഴപ്പം മനസ്സിലാക്കി അയാൾ മന്ത്രിയോട് പറഞ്ഞു. മന്ത്രിനെ കുച്ച് സോച്ചത്തെ ഹുവേ കഹ. എന്തോ ആലോചിച്ചു പറഞ്ഞു. വാക്കയി യേ ബാത് തോ പെഹ്ലെ ധ്യാൻ മേ ഹി നഹീ ആയി തീ. ശരിയാണല്ലോ, ഈ കാര്യമൊന്നും ആദ്യം മനസ്സിൽ വന്നതേ ഇല്ലല്ലോ, ആദ്യം നമ്മൾ ശ്രദ്ധിച്ചതേ ഇല്ലല്ലോ. മഗർ അബ് കോയി ഉപായ ഭി നഹീ ഹെ. ഇനി ഇതിനൊരു ഉപായവും ഇല്ലല്ലോ, വേറൊരു ഇതിന്ന് രക്ഷപ്പെടാനുള്ള വേറൊരു ഐഡിയ ഒന്നും ഇല്ലല്ലോ. മഹാരാജ് കാ ഹുക്കും ബദല നഹി ജാ സക്ത. മഹാരാജാവ് നിയമം ഉണ്ടാക്കിയതല്ലേ, അതെങ്ങനെയാ മാറ്റുക? इसके बाद फिर कुछ दिन बीते. भंडारी फिर हड़बड़ाता हुआ मंत्री के पास पूरा हिसाब लेकर आ गया. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞു. അപ്പോൾ ഭണ്ഡാരി അവിടുത്തെ പൈസ കണക്ക് നോക്കണ ആള് വെപ്രാളത്തിൽ, ഹഡ്ബടാത്ത ഹുവ, വെപ്രാളത്തിൽ തന്നെ മന്ത്രിയുടെ അടുത്ത് കണക്കെടുത്തിട്ട് വന്നു. ഹിസാബ് ദേക്കർ മന്ത്രി കാ ചെഹ്റ ഫീക്കാ പട് ഗയാ. കണക്കൊക്കെ നോക്കിയപ്പോഴേക്കും മന്ത്രിയുടെ മുഖം ചിന്തയിലേക്ക് പോയി. പേടി പോലെ ഒരു തോന്നൽ. ചെഹ്റ ഫീക്കാ പട്ന, മുഖം മങ്ങിപ്പോവുക, പേടിക്കുക, ചിന്തിക്കുക. वह अपना पसीना पोंछकर सिर खुजलाकर दाढ़ी में हाथ फेरते हुए बोला. പസീന പോഞ്ച് വേർപ്പ് തുടച്ചിട്ട് തല ചൊറിഞ്ഞിട്ട്, സിർ ഖുജ്ലാന തല ചൊറിയ, ആ ഒരു വികാരത്തെയാണ് പ്രകടിപ്പിക്കുന്നത്. ദാഡി മേ ഹാത്ത് ഫേർത്തെ ഹുവേ, താടിയിൽ കൈയൊക്കെ വെച്ചിട്ട് പറഞ്ഞു. യേ ക്യാ കേ രേ ഹോ, ഇതെന്താണ് പറയുന്നത്? അഭി സേ ഇത്നാ ധൻ ചലാ ഗയാ ഹെ, ഇപ്പം തന്നെ ഇത്ര പൈസ പോയോ? तो फिर 20 दिनों के अंत में कितने रुपए होंगे? അപ്പം പിന്നെ 20 ദിവസം കഴിഞ്ഞാൽ എത്രയുണ്ടായിരിക്കും? ഭണ്ഡാരി ബോല ജി പൂരാ ഹിസാബ് തോ നഹീ കിയാ ഹെ. പൈസ നോക്കണ ആൾ പറഞ്ഞു, മുഴുവൻ കണക്കൊന്നും ഞാൻ നോക്കിയിട്ടില്ല. മന്ത്രിനെ ബോല तो तुरंत बैठकर अभी पूरा हिसाब करो. ഇപ്പം തന്നെ ഇരുന്നിട്ട് മുഴുവൻ കണക്ക് നോക്ക്. भंडारी हिसाब करने बैठ गया. मंत्री महाशय अपने माथे पर बर्फ़ की पट्टी लगाकर तेजी से पंखा जलवाने लगे. ഭണ്ഡാരി ആ പൈസ നോക്കണ ആൾ കണക്ക് നോക്കാൻ തുടങ്ങി. മന്ത്രി ഇതൊക്കെ കണ്ടിട്ട് നെറ്റിയിൽ ഐസൊക്കെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചിന്തയും പേടിയൊക്കെ ആയില്ലോ. അപ്പോൾ ഭയങ്കര ചൂടൊക്കെ തോന്നിയിട്ട് തണുത്ത വെള്ളം, തണുത്ത ഐസൊക്കെ നെറ്റിയിൽ വെക്കാനും സ്പീഡിൽ ഫാനൊക്കെ ചെയ്യാനൊക്കെ തുടങ്ങി. कुछ ही देर में भंडारी ने पूछा, पूरा हिसाब कर लिया? കുറച്ച് നേരം നോക്കിയിട്ട് ഭണ്ഡാരി വന്ന് പറഞ്ഞു, മുഴുവൻ കണക്കും നോക്കി മന്ത്രി. മന്ത്രിനെ പൂച്ച കുൽ മിലാക്കർ കിത്ന ഹുവ, മൊത്തത്തിൽ എത്രയാണ്? ഭണ്ഡാരിനെ ഹാത്ത് ജോഡ്കർ കഹ. ഭണ്ഡാരി കൈ കൂപ്പി പറഞ്ഞു, ജി 10,48,575 रुपये, 10,48,575 രൂപ. മന്ത്രി ഗുസ്സേ മേ ബോലെ. മന്ത്രിക്ക് ഇത് കേട്ടിട്ട് ദേഷ്യം വന്നു. മസാക് കർ രേ ഹോ, തമാശയാണോ പറയണേ? യദി സന്യാസി കോ ഇത്നെ റുപേ ദേ ദിയേ തബ് തോ രാജ്കോഷ് ഖാലി ഹോ ജായേഗ. ഇത്രയും പൈസ സന്യാസിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പൈസയൊക്കെ ഖാലിയായി പോവില്ലേ, തീർന്നു പോവില്ലേ? ഭണ്ഡാരി ने कहा, മസാക് ക്യോं കറൂംഗാ, ആപ് ഹി ഹിസാബ് ദേഖ് ലീജിയേ. ഞാൻ എന്തിനാ തമാശ പറയുന്നത്, നിങ്ങൾ എന്നെ ഈ കണക്ക് നോക്കിക്കോളൂ. യഹ് കേക്കർ അപ്നെ ഹിസാബ് കാ കാഗസ് മന്ത്രി ജി കോ ദേ ദിയ. ഇത് പറഞ്ഞിട്ട് മന്ത്രിക്ക് ആ കണക്കിൻ്റെ പേപ്പർ കൊടുത്തു. ഹിസാബ് ദേക്കർ മന്ത്രി ജി കോ ചക്കർ ആ ഗയാ. ഈ കണക്ക് നോക്കിയപ്പോഴേക്കും മന്ത്രി തല കറങ്ങി അവിടെ വീണു. സഭി ഉസെ സംഭാൽക്കർ ബഡി മുഷ്കിലോं से രാജാ के पास ले गए. എല്ലാവരും കൂടി വളരെ കഷ്ടപ്പെട്ടിട്ട് അയാളെ എടുത്തിട്ട് രാജാവിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. രാജാനെ പൂച്ച, ക്യാ ബാത് ഹേ, എന്താ പ്രശ്നം? മന്ത്രി പോലെ, മഹാരാജ് രാജ്കോഷ് ഖാലി ഹോനെ ജാ രഹാ ഹേ. രാജാവേ, രാജ്യത്തിൻ്റെ പൈസ മുഴുവൻ തീരാൻ പോവാണ്. രാജാനെ പൂച്ച, വേ കേസെ, അതെങ്ങനെ?
मंत्री बोले, महाराज, സന്യാസി को आपने भिक्षा देने का हुक्म दिया है. മഹാരാജാവേ, നിങ്ങളല്ലേ സന്യാസിക്ക് ഭിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞത്. मगर अब पता चला है कि उन्होंने इस तरह राजकोष से करीब 10 लाख रुपए झटकने का ഉപായ कर लिया है. ഇപ്പോഴാണ് മനസ്സിലായത് അയാൾ രാജ്യത്തിൻ്റെ പൈസേന്ന് 10 ലക്ഷം രൂപ എടുക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. राजा ने गुस्से से कहा, मैंने इतने रुपए देने का आदेश तो नहीं दिया था. ഞാൻ ഇത്രയും രൂപ കൊടുക്കാനുള്ള ഒരു നിയമം ഉണ്ടാക്കിയിട്ടില്ല. फिर इतने रुपए क्यों दिए जा रहे हैं? भंडारी को बुलाओ. പിന്നെ ഇത്രയും രൂപ എന്തിനാ കൊടുക്കണത്? ആ പൈസ നോക്കണ ആളെ വിളിക്കൂ, ഭണ്ഡാരിയെ വിളിക്കൂ. मंत्री ने कहा, जी सब कुछ आपके हुक्म के अनुसार ही हुआ है. രാജാവേ, നിങ്ങളുണ്ടാക്കിയ നിയമങ്ങൾ അനുസരിച്ചിട്ട് തന്നെയാണ് ആയത്. നിങ്ങൾ ആപ് ഖുദ് ഹി ദാൻ കാ ഹിസാബ് ദേഖ് ലീജിയെ. നിങ്ങൾ സ്വയം തന്നെ ദാനത്തിൻ്റെ കണക്ക് നോക്കിക്കോളൂ. രാജാനെ ഉസെ ഏക് ബാർ ദേഖ. രാജാവ് അയാളെ ഒരു പ്രാവശ്യം രാജാവ് ആ കണക്ക് ഒരു പ്രാവശ്യം നോക്കി. ദോ ബാർ ദേഖ, രണ്ടാമത്തെ പ്രാവശ്യം നോക്കി. ഇസ്കെ ബാദ് വഹ ബേഹോഷ് ഹോ ഗയ. അയാൾ എന്നിട്ട് തലകറങ്ങി വീണു. काफ़ी कोशिशों के बाद उनके होश में आ जाने पर लोग സന്യാസി को बुलाने दौड़े. കുറേ കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് ബോധം വന്നത്. എന്നിട്ട് എല്ലാവരും കൂടി സന്യാസിയെ വിളിക്കാൻ ഓടി. സന്യാസി के आते ही राजा रोते हुए उनके पैरों पर गिर पड़ा. സന്യാസി വന്നതും രാജാവ് അയാളുടെ കാലിൽ വീണ് മാപ്പപേക്ഷിച്ചു. बोला, दुहाई है सन्यासी महाराज, मुझे इस तरह जान माल से मत मारिए. എൻ്റെ സന്യാസി ദൈവമേ, എന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ ഉൾപ്പെടുത്തല്ലേ. ജൈസെ ബി ഹോ ഏക് സമझौता करके मुझे वचन से मुक्त कर दीजिए. എങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് ഞാൻ തന്ന പ്രോമിസിന് എന്നെ രക്ഷപ്പെടുത്തൂ. अगर आपको 20 दिन तक भिक्षा दी गई तो राजकोष खाली हो जाएगा. फिर राजकाज कैसे चलेगा? നിങ്ങൾക്ക് ഇനിയും ഞാൻ 20 ദിവസം കൂടി ഭിക്ഷ തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇവിടുത്തെ രാജ്യത്തിൻ്റെ പൈസ മുഴുവൻ തീർന്നു പോകും. പിന്നെ ഈ രാജഭരണമൊക്കെ എങ്ങനെയാണ് നടക്കാൻ പോകുന്നത്? സന്യാസി ने गंभीर होकर कहा, इस राज्य में लोग अकाल से मर रहे हैं. സന്യാസി ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ്, ഒരു ഒച്ചയിൽ, രാജാവിനേക്കാളും ഒച്ചയിൽ പറഞ്ഞു, ഇവിടുത്തെ ഈ രാജ്യത്തിലത്തെ ആൾക്കാർക്ക് പട്ടിണി കാരണം മരിച്ചു കൊണ്ടിരിക്കുകയാണ്. മുझे उनके लिए केवल 50,000 रुपये चाहिए. എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ആകെ കൂടി 50,000 രൂപയാണ് വേണ്ടത്. वह रुपया मिलते ही मैं समझूंगा मुझे मेरी पूरी भिक्षा मिल गई है. അത് കിട്ടിയാൽ ഉടൻ തന്നെ ഞാൻ വിചാരിക്കും എൻ്റെ മുഴുവൻ ഭിക്ഷയുടെ പൈസയും കിട്ടിക്കഴിഞ്ഞു എന്ന്. राजा ने कहा, परंतु उस दिन एक आदमी ने मुझसे कहा था कि लोगों के लिए 10,000 रुपये ही बहुत होंगे. പക്ഷേ അന്നല്ലേ ഒരാൾ പറഞ്ഞത് ആൾക്കാരുടെ ഈ ഒരു അവസ്ഥ മാറിക്കിടക്കാൻ ഒരു 10,000 രൂപ മതി. सन्यासी ने कहा, मगर आज मैं कहता हूँ कि 50,000 से एक पैसा कम नहीं लूँगा. സന്യാസി പറഞ്ഞു, പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു 50,000-ൽ കുറഞ്ഞ ഒരു പൈസയും ഞാൻ വാങ്ങില്ല. രാജ ഗിഡ്ഗിഡായ, മന്ത്രി ഗിഡ്ഗിഡായ, സഭി ഗിഡ്ഗിഡായ. എല്ലാവരും യാചിച്ചുകൊണ്ടിരുന്നു, രാജാവും മന്ത്രിയും എല്ലാവരും. മഗർ സന്യാസി അപ്നെ വചൻ പർ ഡട്ടാ രഹ. പക്ഷേ സന്യാസി അയാളുടെ ഈ വാക്കിൽ ഉറച്ചു തന്നെ നിന്നു. आखिरकार लाचार होकर राजकोष से 50,000 रुपये सन्यासी को देने के बाद ही राजा की जान बची. At last, finally, രാജ്യത്തിൻ്റെ പൈസയിൽ നിന്ന് 50,000 കൊടുത്തപ്പോഴാണ് രാജാവിൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. पूरे देश में खबर फैल गई कि अकाल के कारण राजकोष से 50,000 रुपये राहत में दिए गए हैं. മുഴുവൻ രാജ്യത്തും ഈ വിവരം അങ്ങനെ പടർന്നു. എന്താണ്? പട്ടിണി കാരണം പട്ടിണിയുടെ അവസ്ഥ വന്നപ്പോൾ രാജ്യത്തിൻ്റെ പൈസേന്ന്, രാജാവിൻ്റെ പൈസേന്ന്, രാജഭരണത്തിൻ്റെ പൈസേന്ന് ഒരു 50,000 രൂപ എല്ലാവർക്കും വേണ്ടി കൊടുത്തു. സഭി ने कहा, हमारे महाराज കർണ ജൈസെ ഹി ദാനി ഹെ. ഞങ്ങളുടെ രാജാവ് കർണനെ പോലെ തന്നെ ദാനശീലനാണ്.